സാറ് വരാത്തത് എന്താണെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ ഒന്ന് ഒതുക്കിട്ടെന്ന് വിചാരിച്ചു. പുറത്തുനിന്ന് സാറ് ചെയ്ത സഹായങ്ങളൊന്നും മറക്കില്ല ഞാൻ. എപ്പോ എന്താവശ്യം വന്നാലും ഒരു കോൾ ചെയ്താൽ മതി, പറന്നെത്തും സജിത്ത്. ഒരാവശ്യമുണ്ട്, ഒരൊറ്റ ആവശ്യം. എന്താ സാറേ, എന്താ ആവശ്യം? എനിക്ക് തൻ്റെ ഭാര്യയുടെ ഹിസ്റ്ററി അറിയണം. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ താൻ കിട്ടുന്നതിന് മുമ്പുള്ളത് അറിയാവോ? കുറച്ചൊക്കെ അറിയാം. സജിത്തിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു പാലക്കാടൻ ഭട്ടരുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ ഈ റൂബിക്ക്? എന്താ സജിത്തിനൊരു പരുങ്ങല്? ഏയ് ഒന്നുമില്ല സാർ. എന്തോ ഉള്ളത് കൊണ്ടാണ് ഒന്നുമില്ല എന്ന് പറയാൻ തോന്നുന്നത്. ശരിയല്ലേ? അങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കേൾവി മാത്രമല്ല, സത്യമാണ്. അന്നത്തെ റൂബി വാസുദേവനാണ് പിന്നെ റൂബി സജിത്തായതും ഇപ്പോ റൂബി പ്രകാശൻ അവൻ ശ്രമിക്കുന്നതും. സജിത്തിങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. പ്രകാശനുമായി അടുപ്പമായപ്പോഴാണ് സജിത്തിനെ കൊന്ന് ചാക്കി കെട്ടി പാറമടയിലേക്ക് എറിഞ്ഞത്. അത് പ്രകാശന്റെ മനസ്സറിവോടെയായിരുന്നു അല്ലേ? അതെ സാർ. അതുപോലെ എന്തെങ്കിലും സംഭവിച്ചതാണോ ഈ വാസുദേവൻ ഭട്ടതിരിക്ക്? മനസ്സിലായില്ല സാർ. 3 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായതാണ് വാസുദേവൻ. തൃശൂർ പൂരപ്പറമ്പിലേക്ക് ആന എഴുന്നള്ളിപ്പിന് പോയതാണെന്ന് പറയുന്നു. പിന്നെ കണ്ടവരില്ല. ഇവിടെ പോയി സാർ? അതാ എനിക്കും അറിയേണ്ടത്. പ്രകാശനെ കിട്ടിയപ്പോ സജിത്തിനെ ചാക്കിലാക്കിയിരുന്നു. അതുപോലെ സജിത്തിനെ കിട്ടിയപ്പോ വാസുദേവനും ചാക്കിൽ കയറപ്പെട്ടോ സജിത്തെ? പ്രകാശനെ കിട്ടിയപ്പോ സജിത്തിനെ ചാക്കിലാക്കിയിരുന്നു. സജിത്തിനെ കിട്ടിയപ്പോ വാസുദേവനും ചാക്കിൽ കയറപ്പെട്ടോ സജിത്തെ? പ്രകാശിന് മനസ്സറിവുള്ളതുപോലെ സജിത്തിന് മനസ്സറിവുണ്ടോ? ഇല്ല സാർ. ഞാൻ ഒരുപാട് പേരെ തല്ലിയിട്ടുണ്ട്, പക്ഷെ കൊന്നിട്ടില്ല. ജീവിതത്തിൽ ഒരാളെ കൊല്ലാൻ തോന്നിയിട്ടുള്ളൂ. അത് പന്നയാ, റൂബിയെ. വക്കീല് തടഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ അത് സംഭവിച്ചനെ. എന്തായാലും ദുരൂഹത നിറഞ്ഞ ഒരു സ്ത്രീയാ റൂബി. അടുത്തിരാരാന്നറിയോ? പ്രകാശൻ. അവന്റെ നാളുകൾ ഏതു നിമിഷവും എണ്ണപ്പെടാം. മോനെ തൊമ്മിക്കുഞ്ഞെ, ആ നിൽക്കുന്നതാണ് മണിമംഗലത്ത് മകളാമണിയമ്മ. ഗമി ഒട്ടും കളയണ്ട, ഇപ്പൊ നമ്മളാ പണക്കാര്. ബാ. എന്നെ മനസ്സിലായില്ലേ? ഒരു പൊട്ടക്കണ്ണട വെച്ചോന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് മനസ്സിലാവാതിരിക്കൂ. എന്താടി, കണ്ണിന് വല്ല അസുഖമുണ്ടോ? ഓ വാ. ഇരിക്കും മോളി. ഞാൻ വിചാരിച്ചു കുറച്ചുനാള് കാണാതിരുന്നപ്പോ എന്നെ മനസ്സിലായി കാണില്ലെന്ന്. നിന്നെ മറന്നാലും 100 200 ആയിട്ട് നീ കടം വാങ്ങിച്ചോണ്ട് പോയ കാശ് എനിക്ക് മറക്കാൻ പറ്റില്ല. കാശ് എത്രയാന്ന് പറയൂ, അങ്ങ് തന്നേക്കാം. അതെ. ഇവനേതാ ഈ നരന്ത് പയ്യൻ? അയ്യോ, ഇതെന്റെ മൂത്ത മോൻ ടോമിക്കുഞ്ഞ്. ഷാർജ ഷെയ്ക്കാ. എന്തോന്ന്? അയ്യോ, ഷാർജയിൽ ഒരു ഷെയ്ക്കിന്റെ സ്വന്തം ആളാ. ഇവന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശാ. ഓ, ഇതാണോ നിന്റെ മൂത്ത മോൻ? പണ്ടെന്റെ അടുക്കളപ്പുറത്ത് മൂട് കീറിയ നിക്കറിട്ടോണ്ട് വന്ന് മൂക്കല ഒളിപ്പിച്ചു നിന്ന ചെറുക്കനാണോ ഇത്? കൊള്ളാം. ഇവനാണോ പണക്കാരൻ? അതെ, 1 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ എനിക്ക് ഇങ്ങനെ വലിച്ചു ചുരുട്ടിക്കൂട്ടി എറിയാനുള്ളതുള്ളൂ. നിങ്ങൾ എത്തിയായിരുന്നു? നമസ്കാരം. അമ്മ, ഇതാ ഞാൻ പറഞ്ഞ തുമ്മിക്കുഞ്ഞ്. ഇവരാ നമ്മുടെ വീട് ലേലം ചെയ്യുന്നതിന് മുമ്പ് വിലയ്ക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞേ. ഇത് മോളിയുടെ മോനാന്ന് നീ പറഞ്ഞില്ലല്ലോ. അതൊക്കെ പറഞ്ഞ പിന്നെ അമ്മ ചിലപ്പോ സമ്മതിക്കില്ലല്ലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ. സത്യം പറയാലോ മകളാമണിയമ്മേ, വേറെ സ്ഥലം വാങ്ങിക്കാൻ കിട്ടാത്തത് കൊണ്ടല്ല പറഞ്ഞ കാശിന് നിങ്ങളുടെ തറവാട് വാങ്ങിക്കുന്നത്. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാ. ആ ഉമ്മറത്തൊരു ചാരുകസേരയില് പട്ടുസാരിയൊക്കെ ഉടുത്ത് അണിഞ്ഞൊരുങ്ങി കിടക്കണമെന്ന്. ആഗ്രഹം നല്ലതാ. മൂക്കില് 2 പഞ്ഞിയും താടിയിലൊരു കെട്ടും കൂടിയായ കൂടുതൽ നന്നാവും. എന്റെ അമ്മേനെ അങ്ങനെ കളിയാക്കണ്ട. ബാങ്കിൽ അടയ്ക്കാനുള്ള മുഴുവൻ കുടിശ്ശിക അടച്ചിട്ടാ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ആരോട് ചോദിച്ചിട്ട്? അതാരോടെങ്കിലും ചോദിക്കണോ? ലേലത്തിൽ പോയ ആർക്കും പ്രയോജനം ഇല്ലാതാവില്ലേ? അതെ, ഇതിപ്പോ എല്ലാം കഴിഞ്ഞ് 1,10,00,000 രൂപ ഇവര് നമുക്ക് ഇങ്ങോട്ട് തരും. അമ്മ ഒരു സമ്മതപത്രം ഒപ്പിട്ടാ മതി. തരും.
പണം കാറിലിരിക്കുക അച്ഛമ്മേ ഒന്നിങ്ങ വന്നേ. കുഴപ്പമാവോ അമ്മേ? തരാതിരുന്ന ഞാൻ ബാങ്കിൽ അടച്ച കാശ്. പിടയ്ക്കാതിരി, ഒക്കെ ശരിയാക്കാം. ആ അത് മതി. വാ. അച്ഛമ്മേ ഇതത്ര ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇനി എന്ത് കുഴപ്പം വരാനാ മോനെ? വിറ്റ് പോന്നെങ്കിൽ പോട്ടെ. ലേലം ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ? അതല്ല അച്ഛമ്മേ, ഈ കാശ് റൂബി ആന്റിക്ക് എന്തോ ഒരു ആവശ്യത്തിനാ. അതുകൊണ്ടാണ് വിൽക്കാൻ റൂബി ആന്റി ധൃതി വയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നത് രണ്ടുപേർക്കും കൂടി എന്തോ ബിസിനസ് തുടങ്ങാനാന്നാ. അല്ലാതെ റൂബിക്ക് മുഴുവൻ കാശും കൊടുക്കാനും മാത്രം വിഡ്ഢിയാണോ നിന്റെ അച്ഛൻ? എന്തായാലും എന്തോ ഒരു ചതി നടക്കും, എന്റെ മനസ്സെന്നോട് പറയുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ആ വീട് സ്ഥലവും ജപ്തി ചെയ്ത് പോവാനുള്ളതാ. നമ്മളെ കൊണ്ടത് തിരിച്ചെടുക്കാനൊന്നും പറ്റില്ല. ആർക്കെങ്കിലും ഗുണം ഉണ്ടാവട്ടെ. അമ്മ ഇതിന് മാത്രം വായിച്ചു നോക്കാൻ എന്തിരിക്കുന്നു? സമ്മതപത്രം കൊടുത്തില്ലെങ്കിൽ വീട് ലേലം ചെയ്ത് ആർക്കെങ്കിലും കൊടുക്കും. ഇതാകുമ്പോ നമ്മുടെ മോളിച്ചേച്ചിയുടെ മോനല്ലേ കൊടുക്കുന്നേ. നല്ലൊരു തുക കൈ കിട്ടുകയും ചെയ്യും. തുക എനിക്കല്ലല്ലോ കിട്ടുന്നത്, നിനക്കല്ലേ? ഓ അപ്പൊ മോന് കൊടുക്കുന്നതിലാണ് പ്രശ്നം. മോന് കൊടുക്കുന്നതിലല്ല. മോന് കൊടുത്താ മോൻ അത് നിനക്ക് തരുമോന്ന് പേടിച്ചിട്ട്. അമ്മ ഒപ്പിടണ്ട. ഇത് പ്രകാശേട്ടന് വേണ്ടിയല്ല, ഇവൾക്ക് എന്തോ ആവശ്യത്തിന് വേണ്ടിയാ. എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഇതൊക്കെ ആരെങ്കിലും പറയണോ? പ്രകാശനെ കുത്തുപാളയടിപ്പിച്ച നീയാണെന്നറിയാൻ സാമാന്യ ബുദ്ധി മതി. ഞാൻ ഇതേ ഞങ്ങളുടെ കുടുംബകാര്യവാ, താൻ ഇടപെടണ്ട. ഏട്ടനല്ലല്ലോ, ഞാനല്ലേ ഇടപെടുന്നത്. നീ ഇവിടുന്ന് ഇറങ്ങി പോയതല്ലേ? നിനക്ക് എന്താ ഇവിടെ കാര്യം? നിന്നെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിട്ടതാണല്ലോ, പിന്നെ എന്തിനാ വലിഞ്ഞു കയറി വന്നേ? പ്രകാശേട്ടൻ വിളിച്ചിട്ടാ ഞാൻ വന്നത്. എന്നെ കൊന്നാലും ഞാൻ ഇവിടുന്ന് പോവില്ല. അതെ, ഞാൻ നിർബന്ധിച്ച് വിളിച്ചിട്ടാ സുജാത വന്നത്. ഇനി കാര്യങ്ങളെല്ലാം അവള് തീരുമാനിക്കും. ഞാനും വിളിച്ചിട്ട് അമ്മ വന്നത്. എന്റെ അമ്മ തീരുമാനിക്കുമല്ലോ. ഞാൻ തീരുമാനിച്ചു, അമ്മ ഒപ്പിടുന്നില്ല. അതെ, ഒപ്പിട്ടേ പറ്റൂ. ഞാൻ കാശ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ഇറങ്ങി പൊടയേർക്കാം. ഏതിലേ? അപ്പൊ അമ്മ ഞാൻ ബാങ്കിൽ അടച്ച കാശ് അത് പോയി. അമ്മച്ചി. പ്രകാശ, എന്റെ മോൻ ഷാർജയിലെ ഷെയ്ക്കിന് പാത്രം കഴുകി ഉണ്ടാക്കിയ കാശാ. അമ്മ അമ്മ ഇവള് പറയുന്നൊന്നും കേൾക്കരുത്. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നിനക്ക് എന്ത് അഭിമാനമാടാ ഉള്ളത്? താഴി കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് ഒരു കൂത്താടി പെണ്ണിനെ കുടുംബത്ത് കയറ്റി താമസിപ്പിക്കുന്ന നിനക്ക് എന്ത് അഭിമാനമാടാ ഉള്ളത്? ദേ, അനാവശ്യം പറയരുത്. എന്റെ കഴുത്തിലുണ്ടൊരു താലി, അതും പ്രകാശേട്ടൻ കെട്ടിയത് തന്നെയാ. അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. പ്രകാശ, നിയമപരമായ ഒരു ഭാര്യ ഉള്ളപ്പോ മറ്റൊരു പെണ്ണെ വിവാഹം കഴിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. നീ കുടുങ്ങും. നിന്നെ ഞാൻ കുടുക്കും പ്രകാശ. മറിക്കേ നിങ്ങൾ തമ്മിൽ പരസ്പരം തല്ലാതെ എന്റെ കാര്യം പറ. അയ്യോ, എന്റെ മോൻ ഇറങ്ങിപ്പോയില്ലെങ്കിൽ അമ്മയും മോനും എന്റെ കൈയിന്റെ ചൂടറിയും. പ്രകാശ, നിന്റെ പേരിൽ ഈ മോളി കേസ് കൊടുക്കും, നോക്കിക്കോ. പ്രകാശേട്ടനിങ്ങ് വന്നേ. അമ്മ ഇനി എങ്ങും പോവരുത്. പോയത് കൊണ്ടാ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം. ഞാൻ പോവില്ല. ഇനി ഞാൻ ഇവിടെ ഉണ്ടാവും. എന്താ സംഭവിക്കാന്ന് അറിയട്ടെ. ഞാൻ ഊഹിച്ചതും കണക്ക് കൂട്ടിയതൊക്കെ ശരിയായിട്ടുണ്ട്. തള്ളേ മരുമോളും കൂടി എന്നോട് മത്സരിക്കാൻ തന്നെയാ വന്നിരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചില്ല സുജ വരുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ അവള് വരുമെന്ന്. എനിക്കറിയായിരുന്നു അവളെ വിളിച്ചോണ്ട് വരുമെന്ന്. വെറുതെ പറഞ്ഞതല്ല പ്രകാശേട്ടാ. എല്ലാത്തിനും കൂട്ടിയിട്ട് കത്തിക്കും ഞാൻ. എന്നിട്ട് ഇനിയുള്ള കാലം ജയിലും. താൻ എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ? ഇത് നമ്മുടെ സ്വന്തം വീടൊന്നും അല്ലല്ലോ, വാടക വീടല്ലേ. അവൾ ഇവിടെ താമസമാക്കിയ നമ്മൾ ഇവിടെ നിന്ന് മാറും. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? തീരില്ല പ്രകാശേട്ടാ, പ്രശ്നം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ.